ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഇന്നലെ രാത്രി നീ എന്തു ചെയ്യുകയായിരുന്നു? ഇന്നലെ രാത്രി നീ എന്തു ചെയ്യുകയായിരുന്നു? അത് ഞാൻ കെമിസ്ട്രി പഠിക്കുകയായിരുന്നു. ഈ സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അതായത് പാസ്റ്റിലെ ഒരു സ്പെസിഫിക് സമയത്ത് നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യമാണ് അല്ലേ? പാസ്റ്റില് ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്തരം സിറ്റുവേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. ഇന്നലെ രാത്രി ഞാൻ കെമിസ്ട്രി പഠിക്കുകയായിരുന്നു. ലാസ്റ്റ് നൈറ്റ് പഠിക്കുകയായിരുന്നു. I was studying chemistry. അപ്പോൾ പാസ്റ്റില് ഒരു പ്രത്യേക സമയത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഇവിടെ ഞാൻ ഉപയോഗിച്ചത് was പ്ലസ് ആക്ഷൻ പ്ലസ് ing ആണ്. പഠിക്കുകയായിരുന്നു എന്നതുകൊണ്ട് I was studying. ഉറങ്ങുകയായിരുന്നെങ്കിലോ I was sleeping. എന്താണോ കാര്യം അതിൻ്റെ കൂടെ ing. was sleeping, was studying, was reading എന്നിങ്ങനെ. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. രാത്രി 9 മണിക്ക് ഞാൻ ഡിന്നർ കഴിക്കുകയായിരുന്നു. ഒരു സ്പെസിഫിക് ടൈം അല്ലേ? പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? At 9 PM I was eating my dinner. കഴിക്കുകയായിരുന്നു എന്നാണല്ലോ. അപ്പോൾ eating my dinner. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ing, മുന്നിൽ was അല്ലെങ്കിൽ were. At 9 PM I was eating my dinner. രാത്രി 9 മണിക്ക് ഞാൻ ഡിന്നർ കഴിക്കുകയായിരുന്നു. അടുത്ത സെന്റൻസ് നോക്കാം. ആ സമയത്ത് ഞങ്ങളൊരു മൂവി കാണുകയായിരുന്നു. ഏത് സമയമാണെന്ന് കേൾക്കുന്ന ആൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, we were watching a movie at that time. ഞങ്ങൾ ആ സമയത്ത് ഒരു മൂവി കാണുകയായിരുന്നു. We were watching a movie at that time. ഇവിടെ ഞാൻ was അല്ല യൂസ് ചെയ്തത്, വേറാണ്. എന്തുകൊണ്ടാണ്? സബ്ജക്റ്റിനനുസരിച്ച് was അല്ലെങ്കിൽ വേറെ എഴുതണം. നമ്മൾ ആദ്യമേ പറയുന്ന കാര്യമാണ് അല്ലേ? ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസും, ഒന്നിലധികം പേരാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് വേറുമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇന്നലെ വൈകിട്ട് അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. They were playing cricket yesterday evening. ഇന്നലെ വൈകിട്ട് അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. They were playing cricket yesterday evening. ഇന്നലെ രാത്രി 10 മണിക്ക് നീ ഗെയിം കളിക്കുകയായിരുന്നല്ലേ? എങ്ങനെ പറയാം? You were playing game at 10 PM, right? ഇത് ശരിയായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, You were playing game at 10 PM, right? നീ ആ സമയത്ത് കളിക്കുകയായിരുന്നല്ലേ? You were playing game at 10 PM, right? അവർ ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. At that time they were waiting for you at the bus stop.
ബസ് സ്റ്റോപ്പിൽ ആ സമയത്ത് അവർ നിന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ദേ വർ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദി ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് പാസ്റ്റില് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ പറയുന്ന സെന്റൻസുകളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ing ചേർത്താണ് നമ്മൾ പറയുന്നത്. എങ്ങനെ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ. വ്യത്യാസം ഞാൻ പറഞ്ഞു, ഒരാളുള്ളൂ എങ്കിൽ വാസ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ വെർ. പ്ലസ് ഏത് ആക്ഷൻ ആണോ ഇതിൻ്റെ കൂടെ വെർബ് പ്ലസ് ing. ഏത് ആക്ഷൻ ആണോ അതിൻ്റെ ing ഫോം. ഇതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.